പാലുൽപാദന വർധനവിനും ഗുണമേന്മ വർധനവിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്ത് സൈലേജ് നിർമ്മിച്ചു നൽകുന്നതിലൂടെ പാൽ ഉൽപാദനം കൂടുതൽ ലാഭകരമാക്കുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലാ ക്ഷീരസംഗമം 2024-25 ക്ഷീരസ്മിതം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്ഷീരകർഷകർ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ അതിലൂടെയുള്ള സമ്പത്തിലൂടെ നമ്മുടെ രാജ്യം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് സൂചനയിൽ നാം ചൂണ്ടിക്കാണിച്ചത്. അതുമാത്രമല്ല, രാജ്യത്തെ ഉൽപ്പാദനക്ഷമത എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1ാം സ്ഥാനം ഇന്ന് നേടിയിരിക്കുന്നത് പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. 14 ആണ് ആവറേജ് ഒരു പശുവിൽ നിന്നും അവർക്ക് പാല് കിട്ടുന്നതെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിന്ന് 10.75 ലിറ്റർ പാല് ആവറേജ് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് 2ാം സ്ഥാനം നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അവിടെ നിന്ന് നമുക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും? നിലവിലുള്ള പശുക്കളിൽ നിന്ന് തന്നെ ഉൽപ്പാദനം കൂട്ടുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ ഒരുപാട് മാറ്റം നമുക്ക് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് സൃഷ്ടിക്കുവാൻ കഴിയും. കാരണം ഇന്ന് കേരളത്തിൽ പഴയ നമ്മുടെ നാടൻ പശുക്കളുടെ കൂമ്പാരമല്ല കേരളത്തിൽ നിന്നുള്ളത്. ഇന്ന് കേരളത്തിൽ 95% പശുക്കളും ഇന്ന് സങ്കരയിനം പശുക്കളാണ്. അപ്പോൾ ആവറേജ് 30-35 ആവറേജ് 10 ആണെങ്കിലും 30 ലിറ്ററും 35 ലിറ്ററും പാല് തരുന്ന പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. 15 ലിറ്റർ 20 ലിറ്റർ അങ്ങനെ വ്യത്യസ്തങ്ങളായിരുന്നു. ആ പശുവിന് കൊടുക്കുന്ന തീറ്റ അനുസരിച്ച് അതിൻ്റെ പാലിൻ്റെ ഉൽപ്പാദനം വളരെയധികം കൂടി നിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും 3 വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ആദരിച്ചു. ഇ ടി ടൈസൺ MLA അധ്യക്ഷനായി. നമുക്ക് ആദ്യം എല്ലാ സ്കൂളുകളും കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പൗൾട്രി ഫാമിൻ്റെ മാനേജിങ് ഡയറക്ടർ ചെയർപേഴ്സൺ 2 പേരും വന്നിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചത്. എല്ലാ സ്കൂളിലും അത് സ്കൂളിൽ വന്നത് മാത്രമേ എനിക്ക് എൻ്റെ അനുഭവം കൂടി ഞാൻ പറയുകയാണ്. ഒരു സ്കൂളിങ്ങനെ നമ്മൾ മതിലുകൾ സ്കൂളിൽ 5000 കോഴിക്കുഞ്ഞുകൾ 5 കോഴിക്കുഞ്ഞുകൾ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് എത്രയാണ്. ആ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തതിന് ശേഷം ഒരു ദിവസം ഇതിലെ പാസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ തിങ്കളാഴ്ച പോകുന്നുണ്ട്, നമുക്കൊന്ന് ഇതൊന്ന് ഈ കോഴിനെ കൊടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം മുട്ടയിടുന്നുണ്ടോ നോക്കണമെന്നോ, മുട്ടക്കോഴിനല്ലേ കൊടുത്തത്, നമുക്കൊന്ന് പറഞ്ഞാലോ നമ്മൾ പറയാൻ നോക്കാതെ പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ MT ജയൻ, കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KF നവീസ, MS മോഹനൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാറംഗധരൻ, MK ഫൽഗുണൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ, മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദംകാവിൽ, താര ഉണ്ണികൃഷ്ണൻ, മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ TN സത്യൻ, ഷാജു വിളിയൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലെ മികച്ച ക്ഷീര കർഷകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീര സംഘങ്ങളെയും ക്ഷീരവികസന യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി. മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിലും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ. ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.
You're watching True Line News.